ടീനേജ് പ്രായത്തിലുള്ള പല കുട്ടികളും നമ്മുടെ അടുത്ത് വരുന്ന ഒരു കോമൺ കൺസേൺ ആണ് ബ്രസ്റ്റിന് അധികം സൈസ് ഇല്ല എന്നുള്ളതാണ്. ഈ ബ്രസ്റ്റ് ഒരു ഡൈനാമിക് ഓർഗനാണ്, അത് വളർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഓർഗനാണ്. ചാടിക്കറി ഒരു ഓപ്പറേഷനിലേക്ക് പോവാണ്ട് യൂഷ്വലി വെയിറ്റ് ചിലപ്പോൾ കുറച്ച് 18-19 ഒക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ കോളേജൊക്കെ കഴിയുമ്പോഴേക്കും ഒരു നല്ല സൈസ് ആയിട്ട് ബ്രസ്റ്റ് വരുന്നതാണ്. ചില ആൾക്കാർക്ക് വളരെ ചെറിയ ബ്രസ്റ്റ് പോലെ വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് പോളൻഡ് സിൻഡ്രോം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിൽ മാറിന്റെ വളർച്ച 0 ആയിരിക്കും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നല്ല മാറിന് വളർച്ച വരാം, എന്നാൽ മറ്റേ ഭാഗത്ത് മാറ് തീരെ ഇല്ലാണ്ടും അങ്ങനെയും വരാം. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ബ്രസ്റ്റിന് ഓഗ്മെന്റേഷൻ, അതായത് സൈസ് കൂട്ടുന്ന സർജറി ചെയ്യുന്നത്. ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടാൻ പല ടെക്നിക്ക് ഉണ്ട്. ഒന്ന് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ വയറിന്റെയോ അല്ലെങ്കിൽ തുടയുടെ അകത്ത ഭാഗത്തു നിന്ന് ഫാറ്റ് ലൈപ്പോസെക്ഷൻ വഴി എടുത്തിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ട് ബ്രസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ആ ബ്രസ്റ്റിന്റെ സൈസ് കൂടുകയും എന്നാൽ ഫാറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒരു നാച്ചുറൽ ഫീൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി. ഇതുപോലത്തെ സിലിക്കോൺ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ചിട്ട് മാറിന്റെ അടിയിലേക്ക് ഇത് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ മാറിന്റെ അടിയിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വരുമ്പോൾ മാറ് സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരികയും അതിന്റെ സൈസ് കൂടുകയും ചെയ്യുന്നു. ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്ത ഒരാൾ പാൽപേറ്റ് പിടിച്ചു നോക്കിയാൽ തന്നെ അതിന്റെ പുറത്ത് മാറുള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ഫീൽ ആണ് കിട്ടുക. ആ ബ്രസ്റ്റ് ഇംപ്ലാന്റ് അവിടെ വെച്ചാൽ ആ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഫാറ്റ് അങ്ങനെയല്ല, ഫാറ്റ് കുറച്ച് ഫ്ലൂയിഡ് പോലത്തെ സാധനമാണ്, അടിയിലേക്ക് ഇരുന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി ഒരു 10 വർഷം കഴിയുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ ആ ബ്രസ്റ്റ് ഇംപ്ലാന്റ് അതുപോലെ തന്നെ ഇരിക്കും. അതിനൊരു ചേഞ്ച് വ്യത്യാസം വരുന്നില്ല.